പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 വയസ്സ് പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ അതിൻ്റെ സന്തോഷം പങ്കിട്ടുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതിൽ അനൽപമായ സന്തോഷമാണ് ഉള്ളത്. കേരളത്തിൻ്റെ ബഹുജന പണ്ഡിത സഭയാണല്ലോ ഇത്. നമ്മുടെ സമൂഹത്തിൽ ആത്മീയവും സാംസ്കാരികവുമായ പ്രകാശം പരത്തുന്ന 10 പതിറ്റാണ്ടുകളാണ്, ഒരു നൂറ്റാണ്ടാണ് സമസ്ത പൂർത്തിയാക്കുന്നത്. ആ നിലക്ക് നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ ഘട്ടമാണ് ഈ 100 വർഷങ്ങൾ അടയാളപ്പെടുത്തുന്നത്. സമസ്തയുമായി പല ഘട്ടങ്ങളിലും ബന്ധപ്പെടാൻ അവസരമുണ്ടായിട്ടുണ്ട്. എത്രയോ മനുഷ്യത്വപൂർണമായ പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെട്ടു പോരുന്നത് എന്നത് അടുത്തു നിന്ന് കാണാനുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. സമസ്തയുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിച്ച ശതാബ്ദി സന്ദേശ യാത്രയുടെ സ്വീകരണ ചടങ്ങിലും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നല്ലോ ആ യാത്രയും. കേരളത്തെ മതനിരപേക്ഷ സമൂഹമായി വളർത്തിയെടുക്കുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് സമസ്തയെപ്പോലുള്ള മതസംഘടനകളും വഹിച്ചിട്ടുള്ള പങ്ക് ആ ഘട്ടത്തിൽ തന്നെ എടുത്തു പറഞ്ഞിരുന്നു. 1926 രൂപീകൃതമായ കാലം മുതൽ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ മതപരമായ ചിട്ടയും വിജ്ഞാനവും പകരുന്നതിനും സമൂഹത്തിൽ സമാധാനവും സഹവർത്തിത്വവും നിലനിർത്തുന്നതിനും ഈ പ്രസ്ഥാനം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ കാര്യമാണ്. 100 വർഷം ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാലയളവല്ല. ഇത്രയേറെ കാലം പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഈ പ്രസ്ഥാനം നിലനിന്നതിനു പിന്നിൽ ഈ സംഘടനയെ നാളിതുവരെ നയിച്ച പണ്ഡിതശ്രേഷ്ഠന്മാരുടെ എല്ലാം സംഭാവനകളുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങളും അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഷംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദും അസ്ഹരി തങ്ങളുമടക്കം ഒട്ടേറെ മഹാരഥന്മാർ ഇതിൻ്റെ നേതൃസ്ഥാനത്തിരുന്നിട്ടുണ്ട്. അത്തരം മഹാപണ്ഡിതന്മാരുടെ പ്രവർത്തന പാരമ്പര്യവും സംഘടനാ മികവും പ്രസ്ഥാനത്തെ മികവുറ്റതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ആദരപൂർവം ഓർക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പിറവി തന്നെയും തദ്ദേശീയ പരമ്പരാഗത ജീവിത രീതികളെ ഉൾക്കൊള്ളുന്ന വിധത്തിലായിരുന്നു. ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമല്ലാത്ത പ്രാദേശിക രീതികളെ ഉൾക്കൊള്ളുന്നതായിരുന്നു. എന്നാൽ അക്കാലത്തെ ഇന്ത്യ സാമൂഹികമായ
ഒരുപാട് ജീർണതകൾ നിലനിന്ന ഒന്നായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജീവിതക്രമമായി നിലനിൽക്കുന്നൊരു കാലം. ആ ജീർണാന്തരീക്ഷത്തിൽ നിന്ന് സമുദായത്തെ മോചിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു ആദ്യകാലത്ത് പണ്ഡിതശ്രേഷ്ഠന്മാർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അത് അവർ നന്നായി തന്നെ ചെയ്തു. ആ പശ്ചാത്തലത്തിൽ വേണം സൂഫികളുടെ ചരിത്രപരമായ പാരമ്പര്യത്തെ പോലും കാണാൻ. ജീർണതകളിൽ നിന്നുള്ള മോചനത്തെയാണ് നവോത്ഥാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്തരത്തിലുള്ള നവോത്ഥാനം ഒറ്റയടിക്കോ ഒരു രാവ് വെളുക്കുന്ന സമയം കൊണ്ടോ സാധ്യമാക്കാവുന്നതല്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും അത് ഒരു നീണ്ട പ്രക്രിയയാണ്, എന്നും തുടരേണ്ട പ്രക്രിയയുമാണ്. അതിനെ ആ വിധത്തിൽ തന്നെ കാണുകയും സമൂഹത്തിൽ നടപ്പാക്കി പോരുകയും ചെയ്ത ചരിത്രമാണ് സമസ്തക്കുള്ളത്. ലോകത്ത് നവോത്ഥാനം രണ്ട് വിധത്തിലുണ്ടായിട്ടുണ്ട്. ചിലതിന് സംഘർഷാത്മക സ്വഭാവമാണ് ഉണ്ടായിരുന്നതെങ്കിൽ മറ്റു ചിലതിന് വൈജ്ഞാനിക സ്വഭാവമാണ് ഉണ്ടായത്. യൂറോപ്യൻ നവോത്ഥാനം മതങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പുരോഗമിച്ചത്. അതുകൊണ്ട് തന്നെ മതവിശ്വാസികളിൽ വലിയ മാനസിക മാറ്റം ഉണ്ടാക്കുന്നതിൽ അത് പൂർണ്ണമായും വിജയിച്ചു എന്ന് പറഞ്ഞുകൂടാ.